വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ ചില ഘടകകക്ഷികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും എന്നൊക്കെ വലിയ പിന്നാമ്പുറ വർത്തമാനവും തിരക്കിട്ട ചർച്ചകളും ഒക്കെ പലയിടങ്ങളിലായിട്ട് പുരോഗമിക്കുന്നുണ്ട്. ചിലർ മുന്നോട്ട് വെച്ച കാല് പിറകോട്ടെടുക്കുന്നു. ചിലർ എന്ത് ചെയ്യണമെന്നറിയാതെ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്നു. കാരണം ഇടയ്ക്ക് ഒരു LDF-ലേക്ക് ഒരു മേൽക്കൈ കിട്ടുന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതാ LDF-ന് ക്ഷീണമേൽപ്പിച്ചുകൊണ്ട് UDF കയറുന്നു. BJP അവർ പറയുന്ന അത്രയും സീറ്റ് പിടിക്കും എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇടയ്ക്ക് LDF മൂന്നാം വട്ടം എന്നുള്ള തരത്തിലുള്ള വലിയ PR വർക്ക് നടത്തിക്കൊണ്ട് ഇറങ്ങി വന്ന് അയ്യപ്പ സംഗമം ഒക്കെ നടത്തി ശബരിമല യുവതീ പ്രവേശത്തിലുള്ള പ്രായച്ചിത്തവും നടത്തി മുന്നേറുമ്പോൾ ഇതാ ശബരിമലയിലൂടെ തന്നെ LDF-ന് കനത്ത നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് വേണ്ട തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് UDF കയറി വരുമോ എന്നുള്ള ഒരു ചോദ്യവും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ്, ഇങ്ങനെ മാറിയും തിരിഞ്ഞും മാറിയും ഒക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ മുന്നണികളിലുള്ള ഇരു മുന്നണികളിലുമുള്ള ഘടകകക്ഷികളൊക്കെ പോകണോ വേണ്ടയോ എന്നുള്ള ചിന്തയിലാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ്. അത് നമുക്കറിയാം. 2021 പിണറായി വിജയന്റെ കൂടെ ഇറങ്ങിപ്പോന്നു. UDF-ൽ നിന്ന് ഇറക്കി വിട്ടതാണെന്ന് ജോസ് കെ മാണി പറയുന്നു. അല്ല, ഇറങ്ങിപ്പോയതാണെന്ന് VD സതീശനും പറയുന്നുണ്ട്. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി എന്നുള്ളത് നമ്മൾ ഏവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ അധികാരം UDF-നാണ് കിട്ടുന്നത് എന്ന് UDF-ലുള്ളവരൊക്കെ തന്നെ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചില ക്രൈസ്തവ വിഭാഗങ്ങളും പറയുന്നത് UDF-ലേക്കായിരിക്കും ഇനി കൂടുതൽ സാധ്യത എന്നാണ്. അങ്ങനെ സാധ്യതയുള്ള സ്ഥിതിക്ക് ജോസ് കെ മാണി വിഭാഗം UDF-ലേക്ക് വരണം എന്ന് പാലാ ചങ്ങനാശ്ശേരി രൂപത മെത്രാന്മാർ വളരെ ശക്തിയോടുകൂടി ജോസ് കെ മാണിയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഭരണം ഏത് പക്ഷത്തേക്ക് വരുന്നോ അവരോടൊപ്പം നിന്ന് സഭയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ സഭയുടേതായ ആവശ്യം, മെത്രാന്മാരുടെ ആവശ്യം. അവർ തന്നെ പറയുന്നത് ഈ KM മാണി ഉണ്ടായിരുന്ന കാലത്ത് സഭയ്ക്കും സർക്കാരിനും ഇടയിലുള്ള ഒരു പാലമായിരുന്നു KM മാണി എന്ന്. കാരണം ഇത്ര തന്ത്രജ്ഞതയോടുകൂടി കാര്യങ്ങൾ പരിഹരിക്കാൻ, സർക്കാരിൽ നിന്ന് ചോദിച്ചു വാങ്ങാൻ, അത് ഏത് ഭരണമാണെങ്കിൽ പോലും KM മാണിക്ക് അതിനുള്ള ഒരു പ്രത്യേക നൈപുണ്യമുണ്ട് എന്ന് സഭ വിശ്വസിക്കുന്നു. പക്ഷേ ജോസ് കെ മാണി അത്രത്തോളം ആയിട്ടില്ല. എപ്പോഴും ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് പള്ളിക്കാരും പട്ടക്കാരും പറയുന്നതനുസരിച്ച് നിൽക്കുന്നവരാണ്. അവരുടെ വാക്കുകൾക്ക്, പാർട്ടിക്ക് എത്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും വാക്കുകൾ മുഖവിലേക്ക് എടുക്കുമെന്നുള്ളതാണ്. അതാണ് KM മാണിയുടെ കാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് ജോസഫ് ഗ്രൂപ്പ് ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു തന്ത്രജ്ഞതയോടുകൂടി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ജോസ് കെ മാണി ആയിട്ടില്ല. അതുകൊണ്ടാണ് രൂപത ഇപ്പോൾ അതിശക്തമായിട്ട് ആവശ്യപ്പെടുന്നു, യുവ നേതാക്കളെ ഈ രൂപത സ്വാധീനിക്കുന്നു എന്നിട്ട് പോലും ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരാൻ കൂട്ടാക്കാതെ നിൽക്കുമ്പോൾ മെത്രാന്മാർക്ക് എതിർപ്പുണ്ടെന്നുള്ളതാണ്. കാരണം കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇപ്പുറത്തേക്ക് വന്നാൽ UDF-ൽ എങ്ങനെയായാലും 6 സീറ്റ് ഉറപ്പായും ഇവർ ജയിക്കും എന്നുള്ളതാണ്. ജോസ് കെ മാണിക്ക് മന്ത്രിസ്ഥാനവും കിട്ടും. ജോസ് കെ മാണിക്ക് ഇപ്പോൾ ഈ പാലയിലൊട്ട് ജയിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ നിൽക്കുകയാണ്. അവിടുന്ന് മാറിക്കൊടുക്കാൻ മാണി സി കാപ്പനും തയ്യാറാകത്തില്ല. അഥവാ മാറിയാൽ പോലും തന്നെ പരാജയപ്പെടുത്തുമെന്നുള്ള ഒരു ഭീതി ജോസ് കെ മാണിക്ക് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം ജയിച്ചാൽ മന്ത്രിയായേ പറ്റൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം
എന്നിവിടങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് വലിയ സ്വാധീനവുമുണ്ട്. കത്തോലിക്ക നേതൃത്വം ഒരു ഇടപെടലോടുകൂടി കൂടുതൽ സീറ്റുകൾ കൊടുത്ത് ഇവരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമവും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പക്ഷേ ജോസ് കെ മാണി ഇപ്പോൾ തയ്യാറാകാതെ നിൽക്കുന്നത് ഈ ജയപരാജയം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. LDF ആണോ UDF ആണോ? കാരണം ഇപ്പോൾ LDFന് കനത്ത തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ പാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ UDFന് വലിയ തകർച്ച സംഭവിച്ചു. ഇനി ഇത് എങ്ങനെ ഏതു തരത്തിൽ മാറി മറിയും എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വരെ ജോസ് കെ മാണി കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ജോസ് കെ മാണി ഇപ്പോൾ നിൽക്കുന്ന പാളയം LDF ആണ്. CPM-ന്റെ നിയന്ത്രണത്തിലുള്ള മുന്നണിയിലാണ് നിൽക്കുന്നത്. CPM-കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പാലം വലിച്ചിട്ട് പോയാൽ പിന്നെ തിരികെ പണി കൊടുക്കുകയും ചെയ്യും. എങ്ങാനും LDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ജോസ് കെ മാണിക്ക് പണി കിട്ടുകയും ചെയ്യും. ജോസ് കെ മാണിക്ക് വഴിയാധാരമാകുമോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. കാരണം CPM-കാരെന്ന് പറഞ്ഞാൽ ഈ പക ഒടുങ്ങാത്തവരാണ്. അവരെന്തിനും പുറപ്പാട് നടത്തുന്നവരാണ്. രണ്ടും കൽപ്പിച്ചിറങ്ങുന്നവരാണ്. മുകളിൽ ആകാശവും താഴെ ഭൂമിയുമായിട്ട് നിൽക്കുന്നവരാണ്. അങ്ങനെയുള്ള CPM-നോടെ കളിക്കാനും അല്പം ഭയമുണ്ട് ജോസ് കെ മാണിക്ക്. അല്ലെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണി ഈ പുഷ്പം പോലെ എടുത്തെറിഞ്ഞിട്ടിങ്ങി പോരുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ CPM-നെ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും വാക്കുകൾ കേട്ട് അനുസരിക്കാത്തതും. പള്ളിക്കാരും പട്ടക്കാരും പറയുന്നത് അനുസരിച്ച് പ്രത്യേകിച്ച് കോട്ടയത്തുള്ള ക്രിസ്ത്യാനികൾ അനുസരിക്കുന്നവരാണ്. അവരതിന് അപ്പുറവും ഇപ്പുറവും ഇല്ലാത്തവരാണ്. കാരണം മറ്റ് ഈ നായർ സഭയും SNDP ഈഴവ സമുദായവും പോലെ അല്ല ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത്. അത് ഒരു ഇടവകയിലെ ഒരു വൈദികന്റെ വാക്കിന് പോലും വലിയ വില കൽപ്പിക്കുന്നുണ്ട്. അത് മുഖവിലയ്ക്ക് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മെത്രാന്മാരെ അനുസരിച്ചാണ് മാത്രമേ നിൽക്കുകയുള്ളൂ. അവർ പറയുന്ന വരയിൽ കൂടെ മാത്രം സഞ്ചരിക്കുന്നവരാണ് ഈ ക്രൈസ്തവർ എന്ന് പറയുന്നത്. അതാണല്ലോ നമ്മൾ ഒരു കാലത്ത് ഈ പള്ളികളിൽ ഇടയലേഖനം വായിച്ചു, ഇന്നാർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ. അന്ന് പറയുമ്പോൾ കുഞ്ഞാടുകളെല്ലാം അതനുസരിക്കുന്നവരായിരുന്നു. പക്ഷെ ഇപ്പൊ അതിനകത്ത് കുറെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ജോസ് കെ മാണി ഒരു ധർമ്മസങ്കടത്തിൽ പെട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശോക്തി കലർത്തി പറയുകയല്ല. ജോസ് കെ മാണിക്ക് ആ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കാരണം CPM-നെ ഭയക്കണം. അവരുടെ സ്വഭാവം എന്താണെന്ന് കഴിഞ്ഞ 5 വർഷമായിട്ട് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് വരണമെന്നുമുണ്ട്. കാരണം ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ലീഗ് കുറെ അധികം അധ്വാനമൊക്കെ നടത്തിയതാണ്. ലീഗിന്റെ അധ്വാനം ഇപ്പോഴും നടക്കുന്നുണ്ട്. എങ്ങനെയും ജോസ് കെ മാണിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ പ്രധാന നോട്ടം. ഇപ്പോൾ സെൻട്രൽ ട്രാവൻകൂറിലെ LDF-നോടൊപ്പം നിന്നതുകൊണ്ട് LDF-ന് നേട്ടമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിലൊക്കെ ഇവർക്ക് നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം വഹിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ആ സ്വാധീനം UDF-ലേക്ക് വന്നു കഴിഞ്ഞാൽ UDF-ന് ഏറെ സുഖമായി വിജയിച്ചു കയറാം എന്നുള്ളതാണ്. പക്ഷേ ജോസ് കെ മാണി ഇപ്പോൾ ഏത് തരത്തിൽ ഇനി മുമ്പോട്ട് തീരുമാനം എടുക്കും എന്നുള്ളതും പറയാൻ കഴിയാതായി തീർന്നിരിക്കുകയാണ്. കാരണം റോഷി അഗസ്റ്റിനും ഒക്കെ ചേർന്ന് വേണം തീരുമാനം എടുക്കേണ്ടത്. റോഷി അഗസ്റ്റിനെ പോലുള്ള ഒരാൾ ഒരുപക്ഷെ പിണറായിയുടെ ഗുഡ് ബുക്കിൽ നിൽക്കുന്ന ആളാണ്. ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറായില്ലെങ്കിൽ അവിടെ വെച്ച് പിളരാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ജോസ് കെ മാണി ധർമ്മസങ്കടത്തിലാണ്. തിരികെ വരണോ അതോ LDF-ൽ തുടരണമോ എന്നുള്ള കാര്യത്തിൽ സഭയെയും മെത്രാന്മാരെയും അനുസരിക്കാനും മടിച്ചു നിൽക്കുകയാണ്. അവരെ തള്ളി നിൽക്കുകയാണ് ഇപ്പോൾ.